കിട്ടുക, അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് കുറച്ചെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വുമണിനെ വിടണം. പിന്നെ കെയറിങ് എന്തായാലും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. കിച്ചണിലെ ഹെൽപ്പിംഗ് ഇല്ല, ഷെയറിംഗ് ഇല്ല. ഒരു ഈക്വൽ സ്പേസ് കൊടുക്കാൻ തയ്യാറായിട്ട് എന്താണ് തന്റെ മുഖം ഇത്ര വാടിയിരിക്കണെന്ന് ചോദിക്കും. അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ആയിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, നല്ലൊരു ലിസണർ ആയിരിക്കണം. ഞാനൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ലേഡിയാണ്. ലൈക്ക് ഞാൻ ഒരു 15 years ആയിട്ട് സ്വന്തമായിട്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ലേഡിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളിൽ പല ജെൻ സുഹൃത്തുക്കളുണ്ട്, ലേഡി സുഹൃത്തുക്കളും നമുക്കുണ്ട്. എന്നെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജെൻ സുഹൃത്തുക്കളും എന്റെ ഹസ്ബൻഡും തന്നെയാണ്. ഓക്കെ, യു ആർ ഗുഡ്, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒത്തിരി പോസിറ്റീവായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെസ്സേജസ് കിട്ടാറുണ്ട്. അതുകൂടാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, സോ നമ്മൾ അഡ്മിറ്റ് ചെയ്യാത്ത കുറെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പം ജെൻസ് രണ്ട് കിട്ടുക, അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരാളിൽ നിന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ഒന്ന് ഒരുങ്ങി വന്നാൽ സോ യു ഷുഡ് സേ പ്രീത യു ആർ ഗുഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളിന് എന്റെ ഒരു നല്ല ജെൻ സുഹൃത്തായിട്ട് എനിക്ക് കാണാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ മെൻ വിമൻ അങ്ങനത്തെ ചേഞ്ചിൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഹ്യൂമൻസിന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിസണർ ആയിരിക്കണം. നമ്മള് വേറൊരാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം പെരുമാറാതിരിക്കുക. അതുപോലെ തന്നെ കുറച്ചെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് മെന്നിന് പലപ്പോഴും കാണാത്തത്, ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരാൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ട്രസ്റ്റ്ലെസ് ആവും ഇവര്. അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വൃത്തിയോട് പറയും. അങ്ങനെ ആവാൻ പാടില്ല. ആക്ച്വലി കുറച്ച് ക്ഷമ ഉണ്ടാവണം. അത് ഏത് ഹ്യൂമനും ഇമ്പോർട്ടന്റ് ആണ്, പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. സപ്പോർട്ടീവ് ആയിരിക്കണം. അതാണ് ഞാനൊരു മാനിൽ കാണുന്ന ക്വാളിറ്റി. അതിപ്പം സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ ബാക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെ ഇല്ല, നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരാൾ. അതാണ് ഞാൻ കണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വുമണിനെ വിടണം, ഫ്രീ ആയിട്ടൊരു വുമണിനെ വിടണം. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. അപ്പം വിമനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടുന്ന പുരുഷനാണ് ഇഷ്ടപ്പെടുന്നത്. അതെ, ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് വരാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്താണോ, ഇപ്പൊ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് മുന്നോട്ടും ആഗ്രഹം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം എപ്പോഴും. അതാണ് മെയിൻ ആയിട്ട് ക്വാളിറ്റി. പിന്നെ കെയറിങ് എന്തായാലും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. കെയറിംഗ് ഇല്ലേ പലപ്പോഴും ടോക്സിക് ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റും. കെയറിംഗ് ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലേ. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെയെങ്കിൽ പിന്നെ നമുക്കത് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് എന്തായാലും മൂവ് ചെയ്യുന്നല്ലോ. സോ അതായിരിക്കും. താങ്ക് യു. ഹസ്ബൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹസ്ബൻഡ് ആണോ? ഹസ്ബൻഡാണ്. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി? അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി, അദ്ദേഹം നല്ല കെയറിംഗ് ആണ്, നല്ല സപ്പോർട്ടാണ്. ആകെ ഒരു ഇത് തോന്നിയിട്ടുള്ളത് ഹെൽപ്പിംഗ് ഇല്ല, കിച്ചണിലെ ഹെൽപ്പിംഗ് ഇല്ല, ഷെയറിംഗ് ഇല്ല. ആ ഒരു ഇതിൽ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ആള് നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല കെയറിംഗ് ആണ്, ലവ് ആണ്. നമ്മള് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ സാധിച്ചു തരും. കെയറിംഗ് ആണ്, ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം. കെയറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ലവ്, കൈൻഡ്. ഇതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് അതൊക്കെ ഉണ്ട്. ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഭയങ്കര പോസിറ്റീവ് ആണ്. ഞാൻ നെഗറ്റീവ് ആകുമ്പം എന്നെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻകറേജ് ചെയ്ത് ഓരോ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അത് ലക്കി പേഴ്സൺ എന്ന് തന്നെ പറയാം. ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു എന്ന് പറയുന്ന വുമൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഫസ്റ്റ് എനിക്ക് അതാണ് പറയാനുള്ളത്. രണ്ടാമത് ഒരു ഈക്വൽ സ്പേസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരിക്കണം. ഇപ്പൊ ഒരു വൈഫാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ തന്നെ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണം. അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനും അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കഴിവുള്ള ഒരാളായിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സ്പേസ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ, എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും പുള്ളി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്റേതായ സ്പേസ് തരുന്നുണ്ട്. എന്റേതായ കരിയർ ചേഞ്ച്, ഇപ്പൊ ഒരു കരിയർ ചേഞ്ച് ചെയ്ത് വന്നു, അതിനുള്ള ഫുള്ളായി സപ്പോർട്ട് ചെയ്യുന്നത്
പുള്ളിയായിരുന്നു. എനിക്ക് ആ ഒരു ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കെയറിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. അതാണോ ഏറ്റവും ഇഷ്ടം? അത്യാവശ്യം നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. പിന്നെ നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ അതിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കും. പിന്നെ നമ്മുടെ മുഖത്ത് നോക്കി നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരായിരിക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുഖം വല്ലാണ്ടായാൽ തന്നെ അവൻ അത് പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ അത്ര കൂടി എന്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കാറില്ല. എന്നെ കൂടുതൽ കെയർ ചെയ്യണത് അവനാണ്. എന്ത് വിഷമമുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയണേക്കാളും മുന്നേ തന്നെ അവൻ പറയും, എന്താടോ തന്റെ മുഖം, എടോന്നാ വിളിക്കുള്ളു. അപ്പൊ അവൻ ചോദിക്കുക, എന്താണ് തന്റെ മുഖം ഇത്ര വാടിയിരിക്കണേന്ന് ചോദിക്കും. അതേപോലെ ദേഷ്യം വന്നാലോ അപ്പൊ ചോദിക്കുക, എന്തിനാ മുഖം ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണ, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ അത്രയും കൂടി ഭർത്താവ് മനസ്സിലാക്കാറില്ല, പക്ഷെ മോൻ മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണ ഒരാളായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. തിരിച്ചും ഇങ്ങനെ ആയിരിക്കണം. എന്നുവെച്ചാ ആ പുള്ളി മാത്രം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, ഞാനും അങ്ങനെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായി. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അത് ഞാൻ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എനിക്ക് മോർ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി ഇൻ ദ സെൻസ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഈക്വൽ ആയിട്ട് കാണുന്നുണ്ട്. ബട്ട് അതൊന്നും നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഉള്ളതായിട്ട് ഇല്ല. അതായത് ഈക്വൽ ആയിട്ട് കാണുന്നു എന്ന് പറയാൻ വേണ്ടി ഓരോന്നും കാണിക്കാതെ, അതല്ലാതെ അവർക്ക് സ്വയം എല്ലാ കാര്യത്തിലും, കുട്ടികളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിലെ കാര്യത്തിലാണെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിലും എല്ലാത്തിലും ഈക്വൽ ആയിട്ട് തന്നെ നിന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഇസ് എ ജെന്റിൽമാൻ ആയിരിക്കും. സപ്പോർട്ടീവ് ആയിരിക്കണം, കെയർഫുൾ, നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. സപ്പോർട്ടീവ് ഇൻ ദ സെൻസ് ലൈഫിന്റെ ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഒരു ഗോൾ എന്നുള്ളത് ഒറ്റൊരു സ്ട്രൈറ്റ് ലൈനിൽ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകണം. അതാണ് എനിക്ക്. പിന്നെ മാൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സപ്പോർട്ടീവ് ആയിരിക്കണം. ആൻഡ് ദെൻ ഇപ്പൊ നമ്മുടെ ചില ലൈഫ് ഗോൾസ് ഉണ്ടാവും, നമ്മളുടെ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും. സോ അതിനെല്ലാം എതിർത്ത് അഗാൻസ്റ്റ് പറയാതെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മീൻസ് ഹി ഷുഡ് അലൗ അസ് ടു ലിവ് അവർ ലൈഫ്. അതെ, നല്ലൊരു ലിസണർ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് വേഗമായിട്ട് കേൾക്കാതെ ഇത് മനസ്സിലാക്കി കേട്ടത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഹി ഈസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ്.